അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. പേജ് നമ്പർ 25 രണ്ടാമത്തെ ചോദ്യമാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ഇൻ ദി പിക്ചർ? വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? ഇതാണ് ചോദ്യം. നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ എത്രയാണ്, പിന്നെ ഓരോ സൈഡിൻ്റെ നീളം എത്രയാണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊരു സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റെ ആംഗിളുകൾ എത്രയായിരിക്കും? എല്ലാ ആംഗിളും 90 ഡിഗ്രി വെച്ചായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇത് 90 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഈ ആംഗിളും 90 ഡിഗ്രി ആണല്ലോ. അതെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണം നമ്മൾ നോക്കിയേ, ഇതൊരെന്ത് ത്രികോണമാണ്? മട്ടത്രികോണമാണ്. മട്ടത്രികോണമാണെങ്കിൽ അപ്പോൾ ഓർമ്മ നമ്മുടെ പൈത്തഗോറസ് സിദ്ധാന്തം അല്ലേ. അതായത് കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടൻസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇതാണ് കർണം, ഇത് ബേസ്, ഇത് കണ്ടുപിടിക്കാമല്ലോ. ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, അതായത് ലംബം സ്ക്വയർ ഈസ് ഈക്വൽ ടു കർണ സ്ക്വയർ എച്ച് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. കർണ എത്രയാണ്? 3.5. അപ്പോൾ 3.5 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ. അപ്പോൾ 3.5 സ്ക്വയർ. അപ്പം 35 × 35 ഗുണിച്ച് നോക്കുക. എന്നിട്ട് മൊത്തം ഇതിനും ഒരു സ്ഥാനം അതിനും ഒരു സ്ഥാനം അല്ലേ. 3.5 2 പോയിന്റ് നീക്കിയിട്ടാൽ മതി. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 12.25 മൈനസ് 15 നമുക്കറിയാം എത്രയാണ്? 225. അപ്പോൾ 2.25. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് 10. അങ്ങനെയാണല്ലോ ആൾട്ടിറ്റ്യൂഡ് എത്ര വരും? √10 അല്ലേ. √10. ഈ ലംബത്തിൻ്റെ നീളം കിട്ടി √10 ആണെന്ന് കിട്ടി. അപ്പോൾ √10 ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ വശങ്ങളുടെ നീളമെല്ലാം √10 തന്നെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏരിയ എത്ര വരും? ഏരിയ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ അല്ലേ. എ സ്ക്വയർ ഈക്വൽ ടു √10 സ്ക്വയർ. √10 സ്ക്വയർ നമുക്കറിയാം. √10 സ്ക്വയർ എത്രയാണ്? 10 തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഏരിയ 10 സെൻറ്റിമീറ്റർ ഏരിയ ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഒരു വശത്തിൻ്റെ നീളം എത്ര വരും? √10 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. ഇതിൽ നമുക്ക് 3 പടങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ രണ്ടാമത്തെ പടങ്ങളാണിത്. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി സ്ക്വയർ ആൻഡ് ദി ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദി പിക്ചേഴ്സ് ബിലോ. അതായത് നമുക്ക് ഈ തന്നിട്ടുള്ള ചിത്രങ്ങളിലെ ഈ സമചതുരത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, വശത്തിൻ്റെ നീളവും കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ 1 മീറ്റർ, ഇത് 1 മീറ്റർ, ഈ സൈഡും 1 മീറ്റർ. പിന്നെ ഇത് മട്ടത്രികോണങ്ങളാണെന്ന് പറഞ്ഞിരുന്നത്. ഇത് 90 ഡിഗ്രിയാണ്, അതായത് മട്ടത്രികോണങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഒരു വശത്തിൻ്റെ നീളം കിട്ടണം അല്ലേ, എന്നാലേ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു വശത്തിൻ്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് നമുക്കിവിടെ ഈ വശത്തിൻ്റെ നീളമായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുക അല്ലേ. അപ്പോൾ അതിലേക്ക് നമ്മൾ എങ്ങനെ എത്താം? അപ്പോൾ അതിനുവേണ്ടി വളരെ സിമ്പിളായ ചോദ്യമാണ്. ഇങ്ങോട്ട് നോക്കിയാൽ ഇത് ഒരു മട്ടത്രികോണം, ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ വശം എത്രയായിരിക്കും? അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം. എളുപ്പത്തിന് വേണ്ടി ഒരു പേരുകൾ കൊടുക്കാം. ഇപ്പോൾ എ ബി സി ഡി ഇ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് മട്ടത്രികോണം എ ബി സി എടുക്കാം. അതായത് ട്രയാങ്കിൾ എ ബി സി. അതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ് അല്ലേ. അതിൻ്റെ കർണമാണിത്, ഹൈപ്പോട്ടിനസ് ആണിത്. അപ്പോൾ എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതാണ് പാദം ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ലംബം സ്ക്വയർ. അതായത് ബി സി എന്ന് വെച്ചാൽ 1 ആണ്, 1 സ്ക്വയർ പ്ലസ് എ ബിയും 1 സ്ക്വയർ ഈക്വൽ ടു 1 + 1. 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. അപ്പോൾ എ സി സ്ക്വയർ ആണ് 2. അങ്ങനെയാണെങ്കിൽ എ സി എന്ത് വരും? എ സി ഈക്വൽ ടു √ അല്ലേ, √2. അപ്പോൾ നമുക്ക് എ സിയുടെ നീളം കിട്ടി √2. ഇത് √2. ഇനി നമുക്ക് അടുത്ത മട്ടത്രികോണം നോക്കിയാൽ ഇതൊരു അടുത്ത മട്ടത്രികോണം അല്ലേ. ട്രയാങ്കിൾ എ സി ഡി എന്ന് പറയുന്ന മട്ടത്രികോണം. അതിൽ ഇതാണ് കർണം അല്ലെ. ഇത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള കർണം. അപ്പോൾ നമുക്ക് ഈ കർണത്തിൻ്റെ നീളം അപ്പോൾ നമുക്ക് കിട്ടും എ ഡി സ്ക്വയർ ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു
സി ഡി സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ. സി ഡി എന്ന് പറഞ്ഞ എത്രയാണ് 1, അപ്പോൾ 1 സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ റൂട്ട് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 തന്നെ, റൂട്ട് 2ൻ്റെ സ്ക്വയർ 2. അപ്പോൾ 1 പ്ലസ് 2 3. അപ്പോൾ എ ഡി സ്ക്വയർ ആണ് 3. അപ്പോൾ എ ഡി സീക്വൽ ടു റൂട്ട് 3. അപ്പോൾ നമുക്ക് എ ഡി കിട്ടി റൂട്ട് 3. എ ഡി റൂട്ട് 3. അപ്പോൾ ഇവിടെ എ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളമാണ് എ ഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ത് വരും? ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് 3 സ്ക്വയർ അല്ലേ? ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് 3 സ്ക്വയർ എത്രയാണ്? അവിടെ മീറ്ററിലാണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് മീറ്റർ സ്ക്വയർ. അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം റൂട്ട് 3 മീറ്റർ, ഏരിയ 3 മീറ്റർ സ്ക്വയർ. ഇനി അടുത്ത പിക്ചർ ഒന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾ ഇടുന്നുണ്ടായിരുന്നു അല്ലേ? ഇവിടെ 3 ട്രയാങ്കിളാണ്. ഇത്രേ വ്യത്യാസമുള്ളൂ. അളവുകളൊക്കെ സെയിം തന്നെ. ഇത് 3 മട്ടത്രികോണങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ 1 വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കർണം എത്രയായിരിക്കും? 1 വന്നു കഴിഞ്ഞാൽ കർണം എത്രയാണ്? റൂട്ട് 2 ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ റൂട്ട് 2 എഴുതാം. അപ്പോൾ ഇനി അടുത്ത ത്രികോണം എടുത്ത് നോക്കിയാൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ റൂട്ട് 2 അല്ലേ? അതേ അളവ് തന്നെയാണ് ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ റൂട്ട് 2. അങ്ങനെ വന്നാൽ മൂന്നാമത്തെ സൈഡ് എത്രയായിരിക്കും? റൂട്ട് 3. അപ്പോൾ നമുക്ക് ഇവിടെ എത്രയായിരിക്കും? ഈ അളവ് കിട്ടി റൂട്ട് 3. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചെയ്യണമെന്നില്ല. ഇനി ചെയ്തിടേണ്ടവർ ഇതേ രൂപത്തിൽ തന്നെ ഇവിടെ ചെയ്തിടാം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ എടുക്കാം. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതേ പേരുകൾ തന്നെ കൊടുക്കാം. എ ബി സി ഡി. ഇവിടെ നമുക്ക് ഇ എന്ന് കൊടുക്കാം. ഇ. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ എ ഡി ഇയിൽ ട്രയാങ്കിൾ എ ഡി ഇ അതിൽ ഈ വശം അറിയാം റൂട്ട് 3, ഇതറിയാം 1 അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ഇ എത്ര വരും? എ ഇ സ്ക്വയർ, എ എന്ന് പറയുന്നത് അതിൻ്റെ കർണാണ്, ഇസ് ഈക്വൽ ടു ഡി ഇ സ്ക്വയർ ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഈ വശം റൂട്ട് 3 അല്ലേ? അതായത് ഡി ഇ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് എ ഡി റൂട്ട് 3ൻ്റെ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് 3ൻ്റെ സ്ക്വയർ റൂട്ട് 3ൻ്റെ സ്ക്വയർ 3 തന്നെ ഈക്വൽ ടു 4. എ ഇ സ്ക്വയർ ആണ് 4. അങ്ങനെയാണെങ്കിൽ എ ഇ റൂട്ട് 4 അല്ലേ? റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ എ ഇ നമുക്ക് കിട്ടി 2. അപ്പോൾ ഈ സ്ക്വയറിലെ ഒരു വശത്തിൻ്റെ നീളം 2 മീറ്റർ കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ 4. അപ്പോൾ 4 മീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഇത് ആദ്യം പകർത്തി വെച്ചതിന് ശേഷം ഇത് എഴുതിയാലും മതി. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി. കാരണം ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് ഇവിടം വരെ. പിന്നെ അടുത്ത ട്രയാങ്കിൾ ഒന്ന് കൂടിയെന്നുള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ ഫിഗർ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഫിഗറും. ഇതിൽ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ അളവ് 3ന് പകരം 4 1 കൂടി അല്ലേ? അപ്പോൾ നമുക്കൊരു പണി ഇതേപോലെ തന്നെ നമുക്ക് പേര് കൊടുക്കാം. അപ്പോൾ എ ബി സി ഡി ഇ, അടുത്ത് നമുക്ക് എഫ് എന്ന് കൊടുക്കാം. അടുത്ത പോയിന്റ് എഫ്. അപ്പോൾ നമുക്ക് ഓരോ ത്രികോണങ്ങളും ചെക്ക് ചെയ്ത് വരാം. ഇവിടെ നോക്കിയാൽ 1 1 അല്ലേ? അപ്പോൾ ഇത് എത്ര വരും? എ സി എത്ര വരും? നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ട് 1 1 വന്നു കഴിഞ്ഞാൽ എത്രയായിരിക്കും? റൂട്ട് 2 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ റൂട്ട് 2 തുടക്കം മുതൽ ചെയ്തിടണമെന്നില്ല. ഇനി ഇവിടെ റൂട്ട് 2 ഇവിടെ 1 ആയിക്കഴിഞ്ഞാൽ ഇവിടെ എത്രയായിരിക്കും? റൂട്ട് 2ഉം 1 വന്നു കഴിഞ്ഞാൽ റൂട്ട് 3. അപ്പോൾ ഈ വശത്തിൻ്റെ നീളം നമുക്ക് കിട്ടി റൂട്ട് 3. ഇനി നമുക്ക് അടുത്തത് കാണുന്ന എത്ര വരും? ഇവിടെ റൂട്ട് 3 ഇവിടെ 1. നമ്മൾ റൂട്ട് 3 1 കണ്ടിട്ടുണ്ട്. എത്ര വരും? അപ്പോൾ അടുത്ത സൈഡ് 2 അല്ലേ? അപ്പോൾ ഈ അളവ് 2 വരും. ഇനി അടുത്തത് അത് നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഏതാണ്? ട്രയാങ്കിൾ എ ഇ എഫ്. അതിൽ നോക്കിയാൽ ഇവിടെ 2 വരുന്നു, ഇവിടെ 1 വരുന്നു. അപ്പോൾ ഇത് എത്രയായിരിക്കും നോക്കണം അല്ലേ? അപ്പോൾ എ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ എഫ് സ്ക്വയർ സീക്വൽ ടു എന്ത് വരും? ഇ എഫ് സ്ക്വയർ പ്ലസ് എ ഇ സ്ക്വയർ
ബേസിൻ്റെ സ്ക്വയർ. ഇ എഫ് എത്രയാണ്? 1. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് എ ഇ 2. അപ്പോൾ 2 സ്ക്വയർ സീക്വൽ 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് 4 സീക്വൽ ടു 5. എ എഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ എ എഫ് ഈസ് ഈക്വൽ ടു √5. അപ്പോൾ നമുക്ക് എ എഫിൻ്റെ വില കിട്ടിയ എത്രയാണ്? √5. √5. അതായത് ഈ സ്ക്വയറിലെ ഒരു വശത്തിൻ്റെ നീളം നമുക്ക് കിട്ടിയ √5 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? ഏരിയ എ സ്ക്വയർ ആണ് √5ൻ്റെ സ്ക്വയർ. √5ൻ്റെ സ്ക്വയർ 5 മീറ്ററിലാണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ് അല്ലേ? ത്രികോണത്തിലെ പൈത്തഗോറസ് സിദ്ധാന്തം വെച്ചിട്ട് കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, അത് മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയേ. ഫൈൻഡ് ദി ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ √2 ആൻഡ് ലെസ് ദാൻ √3. അതായത് √3 ചെറുതും √2 വലുതുമായ 3 ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. അതായത് √2 വലുതായിരിക്കണം, √3 ചെറുതും ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള കുറച്ച് ഫ്രാക്ഷൻസ് എഴുതണം. അപ്പോൾ നമുക്ക് √2 √3 വളരെ പരിചയമുള്ള നമ്പറുകളാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ വില നമുക്കറിയാം. √2 വില എത്രയാണ്? 1.414. √3 വില എത്രയാണ്? 1.732. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന നമ്പറുകൾ, കുറച്ച് നമ്പറുകൾ, ഒരു 3 നമ്പറുകൾ എഴുതണം. അപ്പോൾ ഇവിടെ നോക്കിയേ 1.414 അല്ലേ, 1.732. അപ്പോൾ നമ്മൾ 3 ഡിജിറ്റും 2 ഡിജിറ്റിലേക്കൊന്നും കടക്കണമെന്നില്ല, വളരെ സിമ്പിൾ ആയത് എഴുതിയാൽ മതി. അപ്പോൾ 1.4നും 1.7നും ഇടയിൽ അല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1.4 കഴിഞ്ഞാൽ 1.5 എഴുതാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ 1.6 എഴുതാം. പിന്നെ വേണമെങ്കിൽ 1.7 എഴുതാം അല്ലേ? എന്തുകൊണ്ടാണ്? ഇവിടെ 1.732 ഉണ്ട് അല്ലേ? അപ്പോൾ അതായത് 1.7 വലുതാണിത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 1.7 എഴുതാം. അപ്പോൾ വളരെ സിമ്പിളായ 3 എഴുതി. അതല്ലെങ്കിൽ നമുക്ക് 1.5321, 1.6 അങ്ങനെ ഇഷ്ടം അങ്ങനെ കൂട്ടി എഴുതാം. പക്ഷെ നമ്മൾ വളരെ സിമ്പിൾ ആയത് എഴുതാൻ മതി. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭിന്നസംഖ്യ രൂപത്തിലാണ് എഴുതേണ്ടത്. ഇങ്ങനെ എഴുതിയാൽ പോരാ. ഇതിപ്പോൾ ഡെസിമൽ ഫോമാണ് അല്ലേ? ദശാംശ രൂപത്തിലുള്ളതാണ്. നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതണം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എഴുതാം. 1.5, 1.6, 1.7. ഇനി നമുക്ക് 1.5നെ ഭിന്നസംഖ്യ രൂപത്തിലാക്കുമ്പോൾ എന്ത് വരും? 1.5. 1.5 എന്ന് പറഞ്ഞാൽ നോക്കിയാൽ എന്താണ്? അതായത് 15നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താണ് 1.5 അല്ലേ? അതായത് ഒരു സ്ഥാനം 15ൻ്റെ ഒരു സ്ഥാനം നീക്കിയിട്ട് എന്നുള്ളൂ. അതായത് 1.5നെ നമുക്ക് 15/10 എന്ന് പറയാം. അപ്പോൾ ശരിയായില്ലേ? ഈ 0ന് ഒരു സ്ഥാനം കൂടി നീക്കിയിട്ട് 1.5 ആയി. അതേപോലെ 1.6ന് എന്ത് പറയാം? 16/10 എന്ന് പറയാം. 1.7നെ 17/10 എന്നും പറയാം. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇതിനെ ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ ചെറുതാക്കി എഴുതാം. അപ്പോൾ 15/10 എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കൂടി ചെറുതാക്കാമല്ലോ അല്ലേ? അതായത് 2ലും 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. 2നെയും 5 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 15നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 3/10 ഹരിച്ചു കഴിഞ്ഞാൽ 2. അപ്പോൾ നമുക്കിതിനെ 3/2 എന്ന് എഴുതാം. ഇനി 16/10നെ ഏതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാം? 2 കൊണ്ട് പറ്റും അല്ലേ? പിന്നെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നമുക്ക് 16നെ 8 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8/10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5. അപ്പോൾ നമുക്ക് 8/5 എന്ന് എഴുതാം. ഇനിയോ 17/10. 17/10നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? രണ്ടിലും കോമൺ ആയി പോണതൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് 17/10നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 17/10 തന്നെ. അപ്പോൾ 1.414നും 1.732നും ഇടയ്ക്ക് വരുന്ന 3 ഭിന്നസംഖ്യകളാണ് 3/2, 8/5, 17/10. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ.